നമസ്കാരം. ഗുജറാത്ത് ടൈറ്റൻസിനെ IPL റണ്ണറപ്പ് ആക്കുന്നതിനോടൊപ്പം വൻ റൺ വേട്ടയും നടത്തിയെങ്കിലും ഇന്ത്യൻ T20 ടീമിലേക്ക് ശുഭ്മൻ ഗില്ലിന് തിരിച്ചുവരവുണ്ടാവില്ലെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ കൈ എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെതാണ് എന്നുകൂടി പറയുന്നു. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആരാധകർ ഒരു ശത്രുവിനെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ അത് ശുഭ്മൻ ഗില്ലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തവണത്തെ IPL മത്സരത്തിൽ RCB ജയിക്കണമെന്നത് ഭൂരിഭാഗം മലയാളികളുടെയും ഒരു ആഗ്രഹമായിരുന്നു. അത് ബാംഗ്ലൂരിനോടോ അല്ലെങ്കിൽ പാട്ടിദാറിനോടോ അല്ലെങ്കിൽ കോഹ്ലിയോടോ ഉള്ള ഇഷ്ടമല്ല, മറിച്ച് GT ജയിക്കരുത്, ശുഭ്മൻ ഗിൽ ജയിക്കരുത്, അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ലിന് ഒരിക്കലും റണ്ണുകൾ കൂടുതൽ വാങ്ങി ഓറഞ്ച് ക്യാപ്പ് കിട്ടരുത്. ഇതൊക്കെയായിരുന്നു സഞ്ജുവിന്റെ ആരാധകരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയാം. കാരണം നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഗില്ലി ഇതിനു മുൻപ് സഞ്ജുവിനെ നല്ല രീതിയിൽ തന്നെ പോസ്റ്റുകൾ വഴി ട്രോളുകയും ചൊറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സഞ്ജുവിനെ ചൊടിപ്പിച്ചിട്ടില്ലെങ്കിലും സഞ്ജുവിന്റെ ആരാധകരെ നല്ലവണ്ണം ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ T20 പ്ലാനുകളുടെ ഭാഗമല്ലാത്ത അദ്ദേഹത്തിന് തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഈ IPL. കാരണം ഇന്ത്യൻ T20 ടീമിൽ സെലക്ടർമാർ എല്ലായ്പ്പോഴും മാനദണ്ഡമായി വയ്ക്കുന്ന ഒന്നാണ് ഈ IPL. ഈ ടൂർണമെന്റിൽ ബാറ്റിംഗിലോ ബൗളിംഗിലോ കസറിക്കഴിഞ്ഞാൽ ആ താരത്തിന് ടീം ഇന്ത്യയുടെ വിളി എത്തി എന്നത് ഇതുവരെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷെ ഗില്ലിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാനിടയില്ല. ഇന്ത്യക്ക് വേണ്ടി ഈ വർഷം ഒരു T20യിൽ പോലും ശുഭ്മൻ ഗിൽ കളിച്ചിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇന്ത്യയുടെ വിളി എത്തിയിട്ടില്ല എന്നതാണ് സത്യം. എങ്കിലും ഈ IPLോടെ തന്റെ സമയം തെളിയുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു താരം. ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും ഗിൽ ഒരുപോലെ മിന്നിക്കുകയും ചെയ്തു. 2023 ശേഷം ടീമിനെ ഇത്തവണ IPLിലെ രണ്ടാം സ്ഥാനക്കാരനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല റൺവേട്ടയിൽ രണ്ടാം സ്ഥാനത്ത് ഗിൽ ഫിനിഷും ചെയ്തിരുന്നു. ചെറിയ വ്യത്യാസത്തിലാണ് ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിൽ നിന്നും വഴുതിപ്പോയത്. 16 മത്സരങ്ങളിൽ നിന്നും 45.75 ശരാശരിയിൽ ഗില്ല് വാരിക്കൂട്ടിയത് 732 റൺസാണ്. 163.02 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് നേടിയത്. ഒരു സെഞ്ചുറിയും 650+ സ്കോറിലും ഇത് ഉൾപ്പെടുന്നുണ്ട്. വെറും 45 റൺസ് വ്യത്യാസത്തിലാണ് വൈഭവ് സൂര്യവംശിയോട്. അദ്ദേഹത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 776 റൺസ് ആയിരുന്നു. ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിന് കൈവിടേണ്ടി വന്നതും ഈ ഒരു നിസ്സാര റൺ വ്യത്യാസത്തിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും T20യിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ഗില്ലിന് ഉടനെ ഒന്നും മടങ്ങി വരില്ല എന്നാണ് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ അഭിഷേക് ത്രിപാഠി, അങ്കൻ കർഗ് തുടങ്ങിയവരെല്ലാവരും തന്നെ സ്പോർട്സ് പോർട്ടലായ റെഡ് സ്പോർട്സുമായിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നത്. T20 ടീമിലെ സ്ഥാനത്തിനായുള്ള ശക്തമായ മത്സരം കാരണം ടെസ്റ്റ്, ഏകദിനം എന്നിവയേക്കാൾ താരങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നത് T20 ടീമിൽ ഒരു ഇടം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഒരേ സ്പോട്ടിനായി ഒരുപാട് താരങ്ങൾ ഇപ്പോൾ പിടിവലി നടത്തുന്നുണ്ട്. വൈറ്റ് ബോളിൽ ഫേവറേറ്റ് പൊസിഷൻ ഓപ്പണിംഗ് ആയതിനാൽ തന്നെ ഈ റോളിൽ തുടർന്ന് ബാറ്റ് ചെയ്യാനാണ് ഗില്ലിന്റെ മോഹമെന്ന് എല്ലാവരും കരുതുന്നുണ്ട്. പക്ഷേ ഓപ്പണിംഗിലെ ഒരു സ്ഥാനം ലോക 1-ാം നമ്പർ ബാറ്റർ കൂടിയായ അഭിഷേക് ശർമ്മയും മറ്റൊരു സ്ഥാനം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഈ റോളിൽ ഭദ്രമാക്കിയിരിക്കുകയാണെന്നും പറയാം. അഭിഷേകിന്റെ സ്ഥാനം തട്ടിയെടുക്കുക അസാധ്യമായതിനാൽ തന്നെ സഞ്ജുവിനെ പുറത്താക്കി വീണ്ടും ടീമിൽ കയറാമെന്ന പ്ലാനിലാകുന്നു ഗില്ല് നിൽക്കുന്നത്.